ഈശംസിഹായിലും പരിശുദ്ധ അമ്മയിലും ഒരുപാട് സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന, തമ്പുരാനെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഏറ്റവും പ്രിയപ്പെട്ട മാസങ്ങളിലൊന്നാണ്. കാരണം അത് ജപമാല മാസമാണ്. നമ്മളൊക്കെ ഒറ്റയ്ക്കും കൂട്ടായും ദേവാലയങ്ങളിൽ നിന്നുമൊക്കെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഏറ്റവും മനോഹരമായ നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. പക്ഷേ നമുക്കറിയാം, ഒരുപാട് ആളുകൾ ജപമാല പ്രാർത്ഥനയെ വിമർശിക്കുന്നവരുണ്ട്. അതിന് കാരണമായിട്ട് അവർ പറയുന്നത്, ഇത് ബൈബിൾ അധിഷ്ഠിതമായ ഒരു പ്രാർത്ഥനയല്ല, അതുകൊണ്ട് ഇത് സമയം കൊള്ളുന്ന ഈ പ്രാർത്ഥനയിൽ നിന്നും നമ്മൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കണം, ഇത് ആവശ്യമില്ലാത്തതാണ് എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇത് ബൈബിൾ അധിഷ്ഠിതമായ, പൂർണ്ണമായിട്ടും തമ്പുരാൻ വെളിപ്പെടുത്തിയ ഒരു പ്രാർത്ഥനയാണ്. വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ സ്വർഗം നൽകിയ ഏറ്റവും മനോഹരമായ, ഏറ്റവും ശക്തിയേറെ പ്രാർത്ഥനയിൽ ഒന്നാണ് ജപമാല എന്ന് നാം മനസ്സിലാക്കണം. ജപമാല പ്രാർത്ഥന നമുക്കറിയാവുന്നതുപോലെ രണ്ട് ഭാഗങ്ങളായാണ്. നന്മ നിറഞ്ഞ മറിയമേ എന്ന ഭാഗവും പരിശുദ്ധ മറിയമേ എന്ന ഭാഗവും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. ഇത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു അഭിവാദനമാണ്. ഇത് ഗബ്രിയേലിന്റെ വാക്കുകളല്ല. കാരണം ഗബ്രിയേൽ മാലാഖ ഒരു ദൂതൻ മാത്രമാണ്, ദൈവപിതാവിന്റെ ഒരു ദൂതൻ. അതായത് ദൈവപിതാവ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ആണ് ഗബ്രിയേൽ മാലാഖ ഇവിടെ വെളിപ്പെടുത്തിയത്. അതായത് നാം ഓരോ തവണയും നന്മ നിറഞ്ഞു മറിയും എന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മയോട് ദൈവപിതാവ് നേരിട്ട് നൽകിയ അഭിവാദനം, അതാണ് നമ്മൾ ആവർത്തിക്കുന്നത്. വീണ്ടും, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈ ഭാഗം പരിശുദ്ധ അമ്മയോട് എലിസബത്ത് പുണ്യവതി പറഞ്ഞ വാക്കുകളാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ 1-ാം അധ്യായം 42-ാം വാക്യമാണിത്. അതായത് പരിശുദ്ധ അമ്മയോട് എലീശോ എന്ന പുണ്യവതി, അവൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി വെളിപ്പെടുത്തിയ ഒരു ഭാഗമാണിത്. പരിശുദ്ധ അമ്മയോട് എലീശ വെറുതെ പറഞ്ഞൊരു വാക്കല്ല, പരിശുദ്ധാത്മാവിനാൽ പൂരിതയായതിനു ശേഷം അവൾ ഉദ്ഘോഷിച്ചതാണ് ആ വാക്കുകൾ. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത്, നമ്മൾ ആ വാക്ക് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിന്റെ തന്നെ വാക്കുകളാണ്. അതായത് നന്മ നിറഞ്ഞ മറിയമേന്റെ എന്ന പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം പൂർണ്ണമായിട്ടും വിശുദ്ധ ഗ്രന്ഥത്തിൽ അധിഷ്ഠിതമാണ്. വീണ്ടും അതിന്റെ 2-ാം ഭാഗം പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ. പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല 2 അവദാനങ്ങളാണ് പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ. ആ അവദാനങ്ങൾ നമ്മൾ ചൊല്ലിയതിനു ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്നു, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി. അതായത് പാപികളായ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന ചെല്ലുന്ന ഞാൻ എന്ന വ്യക്തിയും ഈ ലോകം മുഴുവനുമാണ്. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഇത്രമാത്രം നമുക്ക് ധൈര്യം തരുന്ന ഒരു പ്രാർത്ഥന വേറെയില്ല. കാരണം മരണക്കിടക്കയിൽ നമുക്ക് ഏറ്റവും ആശ്വാസം തരാൻ പോകുന്ന പ്രാർത്ഥന നമ്മുടെ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന എത്രമാത്രം ഭക്തിയോടെ എത്ര തവണ ചൊല്ലി എന്നുള്ളതാണ്. ഒരുപാട് വാഗ്ദാനങ്ങൾ നിറഞ്ഞ, പരിശുദ്ധ അമ്മ നേരിട്ട് നൽകിയ ഒരുപാട് വാഗ്ദാനങ്ങൾ നിറഞ്ഞ പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന, ജപമാല പ്രാർത്ഥന. പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുണ്ട്, ജപമാലയിലൂടെ നിങ്ങൾ എന്താവശ്യപ്പെട്ടാലും ഞാൻ നിങ്ങൾക്കിത് ചെയ്തു തരും. പരിശുദ്ധ അമ്മ വാഴ്ത്തപ്പെട്ട അലൻ ദില റോഷയോട് പറഞ്ഞ ഒരു വാക്കുണ്ട്. പരിശുദ്ധ അമ്മയോടുള്ള ഈ പ്രാർത്ഥന, അതായത് ജപമാല പ്രാർത്ഥന നമ്മൾ ചെല്ലുമ്പോൾ മാലാഖമാർ സന്തോഷിക്കുന്നു, ത്രിത്വം ആനന്ദിക്കുന്നു. നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറം നിങ്ങൾ എന്നെ സന്തോഷവതിയാക്കുന്നു നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥനയിലൂടെ. വിശുദ്ധ പാദ്രിയോ ജപമാലയുടെ ശക്തി ഏറ്റവും അധികം മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു. വിശുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, പൈശാചിക ശക്തികൾക്കെതിരെ പോരാടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ജപമാല. ഇന്നത്തെ ലോകത്തിന്റെ എല്ലാ തിന്മകൾക്കും ഉള്ള ഏറ്റവും വലിയ മറുപടി ജപമാലയാണെന്ന് വിശുദ്ധ പാദ്രിയോ വീണ്ടും അടിവരയിട്ട് പറയുന്നു. വിശുദ്ധ പത്താമിയൂസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്,
ജപമാലയാണ് നമ്മുടെ കുടുംബങ്ങളിലുള്ള എല്ലാ അസമാധാനത്തെയും പരിഹരിക്കാനുള്ള മാർഗം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കൊച്ചുരേസ്യ ഒരിക്കൽ പറയുകയുണ്ടായി, ഈ ലോകത്ത് ജപമാല ചെല്ലുന്നതിലൂടെ പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവുമില്ല. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് എല്ലാ വിശുദ്ധാത്മാക്കളും ജപമാലയുടെ ശക്തി ഏറ്റവും അധികം മനസ്സിലാക്കിയവരായിരുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്, സ്വർഗം നമ്മുടെ കൂടെയുണ്ട്. ആ വലിയ വിശ്വാസത്തിൽ നമുക്ക് വളരെയധികം പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ മനോഹരമായ ഏതെങ്കിലും ഒരു രൂപം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ ഇടവക ദേവാലയത്തിൽ കരുണയോടെ ഞങ്ങൾ നോക്കി നിൽക്കുന്ന ഒരു പരിശുദ്ധ അമ്മയുടെ രൂപമുണ്ട്. കുഞ്ഞുനാൾ മുതലേ എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു രൂപമാണ്. എപ്പോഴൊക്കെ ജപമാല കയ്യിലെടുത്താലും ആ പരിശുദ്ധ അമ്മയുടെ ആ രൂപം എൻ്റെ മനസ്സിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കും ഇങ്ങനെ പ്രിയപ്പെട്ട രൂപങ്ങൾ ഉണ്ടാവില്ലേ? ഒരുപക്ഷെ നിങ്ങളുടെ വീടുകളിലുള്ള പടങ്ങളാവാം, അല്ല നിങ്ങളുടെ ദേവാലയങ്ങളിലുള്ള രൂപങ്ങളോ ഫോട്ടോസോ എന്തുമാവാം. ആ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്നുകൊണ്ട്, അമ്മയുടെ മുഖം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ജപമാല കയ്യിലെടുത്ത് ചെല്ലാം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, ജപമാല പ്രാർത്ഥന എന്ന് പറയുന്നത് സുവിശേഷത്തിന്റെ ഒരു പോക്കറ്റ് എഡിഷനാണ്. കാരണം രക്ഷാകര രഹസ്യങ്ങളെ പറ്റി മുഴുവനാണ് നമ്മൾ ധ്യാനിക്കുന്നത്. നമുക്കറിയാം, സന്തോഷത്തിന്റെ രഹസ്യങ്ങളുടെ തുടക്കത്തിൽ നമ്മൾ ധ്യാനിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഗബ്രിയേൽ മാലാഖ കൊടുത്ത ആ വെളിപാട് മുതൽ, മംഗളവാർത്ത മുതൽ അവസാനം മഹിമയുടെ 5-ാമത്തെ രഹസ്യത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് പോലെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണത്തിന് ശേഷം അവളെ മുടി ചൂടിക്കുന്ന ആ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയെയും മുടി ധരിപ്പിക്കുന്ന ആ രംഗം വരെ ധ്യാനിക്കുമ്പോൾ സത്യത്തിൽ സുവിശേഷത്തിൽ മുഴുവനും നമ്മൾ ധ്യാന വിഷയമാക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയുടെ ജീവിതത്തെ പറ്റി, രക്ഷാ രഹസ്യങ്ങളെ പറ്റി ധ്യാനിക്കുന്ന ഏറ്റവും സുന്ദരമായി പ്രാർത്ഥന നമുക്ക് ചെല്ലാം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ജപമാലയിലുണ്ട്. ജപമാല ചെല്ലുമ്പോൾ, ജപമാല കയ്യിലെടുക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു, സാത്താൻ ഭയക്കുന്നു, മനുഷ്യ മക്കൾക്ക് ഒരുപാട് സമാധാനം ഉണ്ടാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രശ്നങ്ങൾ അതെന്തുമാവട്ടെ, പരിശുദ്ധ അമ്മയുടെ ജപമാലയിലൂടെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മ നമുക്കെല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ.